ഇപ്പോൾ ചലച്ചിത്ര ശ്രീ മഹേഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ മഹേഷ്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരാൻ വേണ്ടിയിട്ട് സാഹചര്യം, അത് ഹൈക്കോടതിയുടെ ഒരു വിധി പ്രസ്താവത്തോടെ കളമൊരുങ്ങിയ സാഹചര്യത്തിലാണ് ചർച്ച. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് പലരെയും ബാധിക്കും, പലരുടെയും മുഖം മൂടി കഴിഞ്ഞു വീഴും. ഒരു പക്ഷേ സിനിമാ മേഖലയെ അപ്പാടെ അത് ബാധിക്കുമെന്നൊക്കെ പല രീതിയിലുള്ള ഒരു പക്ഷേ ചില ചർച്ചകളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അത് എന്തായിരിക്കും എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷ പൊതുസമൂഹത്തിനുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, ഇത് ശരിക്കും പൂർണ്ണമായിട്ടും യാതൊരു രീതിയിലുമുള്ള ഈ തെളിച്ചക്കുറവുള്ള വെച്ചിട്ട് ഇത് പുറത്തോട്ട് കൊണ്ടുവരരുത്. ഇത് പൂർണ്ണമായിട്ടും തന്നെ ഇത് ആരെയും മോഹം രക്ഷിക്കേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്തവൻ നമ്മുടെ നിയമത്തിന്റെ ഒരു രീതി വെച്ചിട്ട് തെറ്റ് ചെയ്തവൻ എന്തായാലും നിയമത്തിന് മുന്നിൽ വരണം. അത് എത്ര ഉന്നതനായിക്കോട്ടെ. അപ്പൊ ഞാൻ ഒരിക്കലും ഈ പറയുന്ന പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് കരുതിക്കൊണ്ട് ഇത് ചില കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. പൂർണ്ണമായിട്ടും ആ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെയാണോ സർക്കാരിനെ ഏൽപ്പിച്ചത് അത് അപ്പാടെ തന്നെ കൊണ്ടുവരണം. അങ്ങനെ വന്നാൽ മാത്രമേ ഇതിനകത്തുള്ള സംശയങ്ങളും ഈ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടുള്ള സംശയങ്ങളും നടീനടന്മാരെ കുറിച്ചിട്ടുള്ള സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറുള്ളൂ ആണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിഷയത്തിനെതിരെ, ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വരുന്നതിനെതിരെ കോടതിയിലേക്ക് പോയ നിർമ്മാതാവ്, അദ്ദേഹത്തിന്റെ ഇന്റൻഷനിൽ വലിയൊരു സംശയം പലയിടത്തു നിന്നും അങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച്, കാരണം കോടതി തന്നെ ഇതിൽ വലിയ രീതിയിൽ വിയോജിപ്പല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നു പറഞ്ഞ പോലെ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുള്ളവരെ ശരിക്കും ശിക്ഷിക്കപ്പെടാൻ തന്നെ വേണം. ഇത് വേണ്ടാത്ത രീതിയിൽ മറയുണ്ടാക്കി. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇതിനകത്ത് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ചിലരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും അദ്ദേഹം ഒരു പക്ഷേ ഈ കോടതിയിൽ പോയിട്ട് ഇതിന് സ്റ്റേ കൊടുക്കാൻ ശ്രമിച്ചത്. അതോ ഇനി അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ എന്താണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു സംശയം ബാക്കി വെക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാണ് എന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു അഭിപ്രായം. അങ്ങനെ എന്തിനാണ് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് എന്തായാലും സർക്കാരിന്റെ രൂപത്തിൽ ഇത്രയും കാശ് മുടക്കി ഇത്രയും 2019 ഇപ്പൊ എത്ര വർഷമായെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വർഷമൊന്നും ഇത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് അറിയേണ്ടത് സത്യമാണ്. നമുക്ക് വേണ്ടത് നീതിയാണ്. ഈ സിനിമയിലുള്ള നടിമാർക്ക് എല്ലാവർക്കും തന്നെ വേണ്ടത് നീതിയാണ്. ആ നീതി കൊണ്ടുവരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവർ ഭയപ്പെടട്ടെ. അവർക്ക് ചില മുഖങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയമത്തിനെ വളച്ചൊടിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ തന്നെ ഈ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ പുറത്തുവിടുന്നതിന് ഒരുപക്ഷെ അത്തരത്തിലൊരു വിലക്ക് ഉണ്ട്. അത് ആരൊക്കെ പല തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്, ഒരുപക്ഷെ അവരുടെ ഒരു ഭാവി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം അത്തരത്തിൽ ഒരുപക്ഷെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരുപക്ഷെ മറച്ചു വെക്കപ്പെടും എന്നുള്ളൊരു ആശങ്ക, അല്ലെങ്കിൽ അങ്ങനെയും കൂടിയുണ്ട് പൊതുസമൂഹത്തിൽ. നോക്കൂ, ഇതിനകത്ത് ആരെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരാൾക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹം കുറ്റം ചെയ്തു നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇതിനകത്ത് വേണ്ടത് സോളിഡ് തെളിവുകൾ തന്നെയാണ്. തെളിവുകളോടുകൂടി പറഞ്ഞിട്ടുള്ള ആരെങ്കിലും പേരുണ്ടെങ്കിൽ അത് പുറത്ത് തന്നെ വരണം. ആരെങ്കിലും ആരോപിച്ചു, വ്യക്തിത്വം തന്നെ നമുക്കറിയാം. ഒരു വലിയ നിർമ്മാതാവിനെതിരെ ഒരു നടി വ്യക്തിപരമായ വിരോധത്തിന്റെ പുറത്ത് ആരോപണം ഉന്നയിച്ചിട്ട് അവസാനം അദ്ദേഹത്തിനെ കോടതി കുറ്റവിമുക്തനാക്കി. ശരിയല്ലേ? അപ്പൊ അങ്ങനെയല്ല. ആർക്കും ആരെപ്പറ്റി എന്ത് പറഞ്ഞാലും, സ്ത്രീകൾ ആരെപ്പറ്റി എന്ത് ആരോപണം ഉന്നയിച്ചാലും അതിനകത്ത് കഴമ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടണം. അല്ലാണ്ട് ഒരു ആരോപണത്തിന്റെ പുറത്ത് മാത്രം ഒരാളുടെ പേര് അല്ലെങ്കിൽ ജനസമൂഹത്തിന്റെ ഇടയിൽ ഒരുപാട് ഉയർച്ചയിൽ നിൽക്കുന്ന ഒരു പേര് നശിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയായ ഒരു പ്രവണതയല്ല. അതിനെ നമുക്ക് ഒരു രീതിയിലും അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ശ്രീ മഹേഷ്, ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ശ്രീ ജോസ് തോമസും കൂടിയുണ്ട്, സംവിധായകനും കൂടിയുണ്ട് നമ്മുടെ പാനൽ. അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിന് ശേഷം, പ്രത്യേകിച്ച് ആ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം, അത് വലിയ രീതിയിൽ പ്രശ്നമായതിന് ശേഷം ഒരു തമാശ പറയാൻ പോലും, അത് മാത്രമല്ല ഈ മീറ്റു ആരോപണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ഒരു തമാശ പോലും പറയാൻ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ആ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ സിനിമയിലെ ലഹരി ഉപയോഗം അതുമൂലം കഷ്ടപ്പെടുന്ന സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഒരുപാടുണ്ട്. അത് ഈ കഞ്ചാവെന്നൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗ്സിലേക്കൊക്കെ പോയിട്ടുള്ള ഒരുപക്ഷെ ഒരു തലമുറയുടെ തലച്ചോറിനെ അപ്പാടെ പുകച്ചു കളയുന്ന എത്രയോ പേർ ആരാധനയോടെ കാണുന്ന താരങ്ങളാണ്. യുവതലമുറയിൽപ്പെട്ട പലരും അതിന് അടിമകളാകുന്ന ഒരു സാഹചര്യം. അതൊക്കെയല്ലേ ശരിക്കും അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പക്ഷെ എന്റെ ഒരു വിശ്വാസം ഇപ്പൊ അത് ഒരുപാട് അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള ചില പ്രശ്നങ്ങൾ അറിയാമല്ലോ. ചില നടന്മാർക്കെതിരെ വന്നിട്ടുള്ള യുവനടന്മാർക്കെതിരെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അറിയാലോ. അപ്പൊ അതിനൊക്കെ ശേഷം ഒരു ഡിസിപ്ലിൻ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്.
അതിനകത്ത് ഈ സംഘടനകളെല്ലാം തന്നെ, അതായത് ഇപ്പൊ നിർമ്മാതാക്കളുടെ സംഘടന ആയിക്കോട്ടെ, ഫെഫ്ക ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചില നിലപാടുകൾ എടുത്തോടുകൂടി ഒരുപാട് അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ക്ലിയർ ആക്കേണ്ടതാണ്. പക്ഷെ അത് നല്ല നേർവഴിക്ക് അവരെല്ലാം വരുന്നുണ്ട്. നല്ല രീതിയിൽ വീണ്ടും അവർ സിനിമയിൽ സജീവമാവുന്നുണ്ട്, സിനിമകളുടെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ ജോസ് തോമസ് സാറ് പറഞ്ഞതുപോലെ, ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഇതിനകത്ത് ഇപ്പം ഒന്ന് നോക്കി ചിരിക്കണമെങ്കിൽ പോലും 4 പ്രാവശ്യം ഒന്ന് നമ്മൾ ആലോചിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയായിട്ട് തോന്നുന്നില്ല. പണ്ട് പിന്നെ അദ്ദേഹത്തിന് തന്നെ അറിയാം, ഈ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു കുടുംബം പോലെ ഒത്തൊരുമയോടുകൂടി തന്നെയായിരുന്നു സിനിമ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് അതെല്ലാം മാറി ഇങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ലൊക്കേഷന്റെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ മാത്രം ബന്ധങ്ങൾ, അല്ലാത്തപ്പോൾ പരസ്പരം പോരാടാൻ നിൽക്കുന്ന രീതിയിലുള്ള മനസ്ഥിതികൾ, അത് വളരെ സങ്കടകരം തന്നെയാണ്. സർ, ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഈ വേതനത്തിലെ ഏറ്റക്കുറച്ചിലുകളും ഒപ്പം തന്നെ ഈ ചൂഷണങ്ങളും മുതലെടുപ്പും ഒക്കെ ഈ ഒരു മേഖലയിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷേ സിനിമാ മേഖല മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നോക്കിയതൊരു ബിസിനസ്സാണ്. ഈ ബിസിനസ്സിനകത്ത് നിർമ്മിക്കുന്ന പ്രൊഡ്യൂസർക്ക് വേണ്ടത് ഈ സിനിമ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഓടി അതിനകത്ത് നിന്നും കിട്ടുന്ന വരുമാനമാണ്. അതിന് ഈ നമ്മൾ ഏത് പ്രോഡക്റ്റ്, നമുക്ക് ഒരേ പ്രോഡക്റ്റ് തന്നെ പല വിലയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ലേ? ചിലതിന് നല്ല വില ഉണ്ടാവും, ചിലതിന് നല്ല ഗുണങ്ങളുണ്ടാവും, അതിനനുസരിച്ചിട്ടുള്ള വിലയുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വേതനം ഇപ്പൊ സർക്കാർ രീതിയിൽ ഏകീകരിച്ച് കൊണ്ടുവരണം എന്ന് പറയുന്ന പോലെ, ശമ്പളം ഒരേപോലെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ പോലെ അത് നടക്കില്ല. കാരണം മാർക്കറ്റ് വാല്യൂ, ഇപ്പൊ എന്റെ വാല്യൂ എന്താണെന്ന് ഞാൻ തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ. എന്നെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പൈസ കിട്ടും, ഇത്രയും രീതിയിൽ നമുക്കിത് ഈ സിനിമ കച്ചവടം ചെയ്യാം എന്ന് നിർമ്മാതാവിനും സംവിധായകനും ഒക്കെ തോന്നണ്ടേ? അപ്പൊ അതുകൊണ്ട് വേതനത്തിന്റെ കാര്യം ഈ പറയുന്ന പോലെ അവരവരുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടാണ്. മാർക്കറ്റ് വാല്യൂ ഉള്ളവർക്ക് നല്ല വേതനം കിട്ടും, യാതൊരു സംശയവും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊരു തുല്യത വേണമെന്ന് പറയുന്നതിനകത്തൊന്നും ഒരു അർത്ഥവുമില്ലെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. ശരി, വളരെയധികം നന്ദി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇത്രയും സമയം സംസാരിച്ചതിനും പ്രതികരിച്ചതിന്.